അസുരവിത്ത് എന്ന നോവലിൻ്റെ 46-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നയാൾ സോജനായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെയാണ് സോജനെ രാവിലെ അവിടെ കണ്ടത്. അന്ന് ജ്വല്ലറി തുറക്കുന്ന ദിവസമായതുകൊണ്ടും ആഴ്ചയുടെ ഏതാണ്ട് അവസാനമായതുകൊണ്ടും കടയിൽ നല്ല തിരക്കുണ്ടാകും. പൊതുവെ തിരക്കുള്ള ദിവസങ്ങളിൽ ജ്വല്ലറിയിൽ നിന്ന് ഒഴിവായി നടക്കാൻ കഴിയാത്തതാണ്. പിന്നെ ഇതെന്തു പറ്റി ഇന്ന് രാവിലെ തന്നെ കോഴിക്കോടെത്തിയത്? എന്തെങ്കിലും അത്യാവശ്യം കാണും. ഇല്ലെങ്കിൽ ഒരു ദിവസം പോലും ജ്വല്ലറിയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. ആ കാര്യം ആദ്യം അന്വേഷിക്കാം. അല്ല പിള്ളേരെ, നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് ഡ്യൂട്ടിയാണോ? രാവിലെ അതിനുവേണ്ടിയാണോ ഹോസ്റ്റലിൽ നിന്നും ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്? ഇതുവരെ എത്ര പേർ വന്നു? എത്ര ബസ് വന്നു പോയി? എല്ലാം കൃത്യമായി നടക്കുന്നില്ലേ? ചേട്ടൻ ഞങ്ങളെ കളിയാക്കുകയാണ് അല്ലേ? അതിന് കുഴപ്പമില്ല. പ്രായത്തിൽ മൂത്തവർ കളിയാക്കിയാലും അതിനെതിരെ ഒന്നും പറയരുതെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല. ബീന തൽക്കാലത്തേക്ക് പറഞ്ഞ് ഒഴിവായി. എന്നാലും കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. തമാശ പറഞ്ഞ് തീർക്കാവുന്ന കാര്യമല്ലല്ലോ ഇത്. തമാശ വിട്, എന്നിട്ട് കാര്യം പറ. നിങ്ങൾ എന്താ രാവിലെ ഇവിടെ നിൽക്കുന്നത്? കെട്ടും കെടയും ഒക്കെ ഉണ്ടല്ലോ. കാണുമ്പോൾ എനിക്കൊരു സംശയം. രണ്ടിനെയും കൂടി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയോ എന്ന്. പക്ഷേ കയ്യിലിരിപ്പ് സംബന്ധമായി ഇതുവരെയുള്ള അറിവുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പുറത്താക്കാനുള്ള സാധ്യതയില്ല. പിന്നെ എന്തു പറ്റി? അത് മനസ്സിലാകുന്നുമില്ല. ഇന്ന് കോളേജിൽ സമരമാണ്. സമരത്തിൻ്റെ കാരണം എന്ത് എന്നൊന്നും ചോദിക്കരുത്. ഞങ്ങൾക്കറിയില്ല. ആഴ്ചയുടെ അവസാന ദിവസമല്ലേ ഇന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിൽ വന്നത്. അല്ലാതെ ബസ്സുകളുടെയോ ആളുകളുടെയോ എണ്ണമെടുക്കാനൊന്നുമല്ല. അങ്ങനെ കാര്യം പറ, അപ്പോഴല്ലേ മനസ്സിലാവുകയുള്ളൂ. അതിനെന്തു പറഞ്ഞാലും റിൻസി തന്നെ വേണം. കാര്യം അതുപോലെ പറഞ്ഞോളും. അല്ലാതെ വളഞ്ഞു ചുറ്റി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി എന്താ പരിപാടി? അടുത്ത വണ്ടിക്ക് തന്നെ മാനന്തവാടിക്ക് വിടുകയല്ലേ? ചേട്ടൻ കടയിൽ പോകാതെ രാവിലെ തന്നെ കോഴിക്കോട് വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ചേട്ടൻ ഏതായാലും സ്റ്റാൻഡ് ഡ്യൂട്ടിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പ്രധാന കാര്യത്തിനായിരിക്കും എന്നെനിക്കറിയാം. എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇതാരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. കാരണവന്മാർക്ക് രണ്ടിനും ദിവസവും കഴിക്കേണ്ട മരുന്ന് തീർന്നു. അതൊരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. സാധാരണഗതിയിൽ അത് മാനന്തവാടിയിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. ഇന്നലെ വൈകുന്നേരം മാനന്തവാടിയിൽ ചോദിച്ചപ്പോൾ ഒരിടത്തും സ്റ്റോക്കില്ല. പിന്നെ അവർ പറഞ്ഞു തന്നതാണ് കോഴിക്കോടെ മെഡിക്കൽ സ്റ്റോർ. എനിക്ക് വന്നു വാങ്ങാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ പോന്നതാ. ഉച്ചവരെയാണ് ലീവ് മുതലാളി അനുവദിച്ചിരിക്കുന്നത്. ആര്? നമ്മുടെ ചെറിയാച്ചൻ മുതലാളിയെ. സോജൻ ചേട്ടനെ കണ്ടപ്പോൾ ബീന ആഗ്രഹിച്ചതാണ് ഒരു മോർണിംഗ് ഷോയ്ക്ക് കൊണ്ടുപോകുമായിരിക്കും എന്ന്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് പോയി മാനന്തവാടിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു കാര്യത്തിനും സമയം കിട്ടില്ല. ഞാൻ വെറുതെ ഒരു കാര്യം ആശിച്ചു. ഇപ്പോൾ പറഞ്ഞു കേട്ടത് പ്രകാരം നടപ്പില്ല. എന്തു ചെയ്യാം? ആശിക്കുന്നത് എല്ലാം നടക്കില്ലല്ലോ. ഇയാളിതെന്താ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. വേണ്ടതെന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ പിള്ളേരെ. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുകയും നിങ്ങൾക്കത് വേണ്ടത് ചെയ്തു തരാൻ കഴിയുമെങ്കിൽ ചെയ്തു തരാനും പറ്റുകയുള്ളൂ. ഇന്ന് രാവിലെ സമരമായി ക്ലാസ് ഇല്ലാതെ കോളേജിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ഇവൾക്കൊരു ആശയാണ് ഒരു മോർണിംഗ് ഷോയ്ക്ക് പോകണമെന്ന്.
എന്നാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആശയടക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചേട്ടൻ വരുന്നത് കണ്ടത്. അതോടെ അവളുടെ ആഗ്രഹം കുറച്ചുകൂടി തീവ്രമായി. സിനിമ കാണാൻ നിന്നാൽ അത് തീരുമ്പോഴേക്കും 12 മണിയെങ്കിലും ആകും. പിന്നെ 2 മണിക്കൂർ യാത്രയുണ്ട് മാനന്തവാടി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും 2 മണി കഴിയും. എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ തൽക്കാലം ഉച്ചതിരിഞ്ഞ് ജ്വല്ലറിയിൽ കയറാം. ഇവർ ആശിച്ച സ്ഥിതിക്ക് ഇവരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ വരികയും ചെയ്തു. സാരമില്ല, എല്ലാ ദിവസവും ജോലി ചെയ്യുന്നതല്ലേ, ഇന്നൊരു ദിവസം അവരുടെ കൂടെ പോകാം. കുഴപ്പമൊന്നും വരില്ലായിരിക്കും. ബീനയ്ക്ക് മാത്രമേ ആഗ്രഹമുള്ളോ, അതോ റിൻസിക്കും കൂടി സിനിമയ്ക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടോ? റിൻസിയും പോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സിനിമ കണ്ടിട്ട് പോകാം. തിയേറ്റർ ഇവിടെ അടുത്ത് തന്നെയാണ്, നല്ല സിനിമയുമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി വന്നാൽ 12 മണിക്ക് ഇവിടുന്നുള്ള മാനന്തവാടി ബസ്സിന് നമുക്ക് പോകാം. 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുകയും ചെയ്യും. എല്ലാം കൃത്യം നടക്കണം. സിനിമ കഴിഞ്ഞാൽ ഷടേന്ന് ഇറങ്ങി വരികയും വേണം. കൂടുതൽ ആലോചിച്ചുകൊണ്ട് നിന്നാൽ ഒരു കാര്യവും നടക്കില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ തീരുമാനമെടുത്തു. തിയേറ്ററിലേക്ക് നടക്കുകയും ചെയ്തു. പരിചയമുള്ള ആരെയും അവിടെ എങ്ങും കണ്ടില്ല എന്നതുകൊണ്ട് അപ്പോഴൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. സിനിമാ തിയേറ്ററിൽ കയറി സോജൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ റിൻസി ഇരുന്നു. അതിൻ്റെയും ഇപ്പുറത്തായി ബീനയും. ഇടവേളകളിൽ വെളിച്ചം വരുന്ന സമയത്തൊക്കെ ആരും തങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ അവർ രണ്ടുപേരും തല കുനിച്ചിരുന്നു. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ആരോ 2 പെൺകുട്ടികൾ എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. വ്യക്തമായി ഇവർ ആരെന്ന് മനസ്സിലാവുകയില്ല. മാത്രവുമല്ല, അന്ന് കോളേജിൽ നിന്നുള്ള കുട്ടികൾ പലരും ജോഡികളായി തന്നെ ആ തിയേറ്ററിൽ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ച അത്രയൊന്നും ദൈർഘ്യമില്ലായിരുന്നു സിനിമയ്ക്ക് എന്ന് അവർക്കെല്ലാം തോന്നി. പെട്ടെന്ന് തന്നെ തീർന്നതുപോലെ. എന്നാലും അപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 55 മിനിറ്റായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം എന്നായിരുന്നല്ലോ മുൻപേയുള്ള തീരുമാനം. അതനുസരിച്ച് അവർ തിടുക്കപ്പെട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ തൊട്ട് മുൻപിൽ പോകുന്ന ആളുകളെ കണ്ട് റിൻസി ശരിക്കും ഞെട്ടി. റീത്താമ്മച്ചിയും ലോനപ്പൻ ചേട്ടനുമായിരുന്നു. അവരും തിയേറ്ററിൽ ഉണ്ടായിരുന്നതാണോ എന്നറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കണ്ടു കാണുമോ? ഏതായാലും തിയേറ്ററിൽ നിന്ന് റോഡിലേക്കുള്ള വഴിയിൽ നിന്നാണ് ഇപ്പോൾ അവരെ കണ്ടത്. അവർ റിൻസിയെ കണ്ടില്ല എന്ന് തോന്നുന്നു. അവരെ കാണാനോ സംസാരിക്കാനോ നിൽക്കാതെ വളരെ വേഗം തന്നെ അവർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പോകാൻ തയ്യാറായി നിന്ന ബസ്സിലേക്ക് കയറി. ലോനപ്പൻ ചേട്ടനും റീത്താമ്മയും ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ അവരുടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് റിൻസി കയറിയ ബസ് സ്റ്റാൻഡ് വിട്ടത്. തടസ്സങ്ങളൊന്നുമില്ലാത്ത യാത്രയായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് റോഡിൽ വാഹനങ്ങൾ തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ബസ്സിന് താരതമ്യേന വേഗത കൂടുതലുമായിരുന്നു. ഉദ്ദേശിച്ചതുപോലെ തന്നെ 2 മണിക്ക് മുമ്പ് മാനന്തവാടിയിലെത്തി. അവിടെ ഇറങ്ങി റിൻസിയുടെ നേരെ നോക്കുക പോലും ചെയ്യാതെ സോജൻ ജ്വല്ലറിയിലേക്ക് കയറി. ചെറിയാച്ചൻ അവിടെ ഉണ്ടായിരുന്നു. സോജൻ കുറച്ചുകൂടി നേരത്തെ വരും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. മരുന്ന് കിട്ടിയോ? എന്തു പറ്റി വൈകിയത്? വഴിയിൽ വല്ല തടസ്സങ്ങളും ഉണ്ടായിരുന്നോ? ഇവിടെ നിന്നും കണക്ക് കൂട്ടിപ്പോയ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് 1-2 കിലോമീറ്റർ അകലെ പോയി ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് മരുന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബസ്സിൽ കയറി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കോളേജ് കുട്ടികളുടെ സമരം റോഡിലൂടെ പ്രകടനമായി പോവുകയാണ്. പിന്നെ അവരുടെ പോക്കുകൂടി കഴിഞ്ഞിട്ടാണ് ബസ്സിന് പോരാൻ പറ്റിയത്. അങ്ങനെയാണ് വൈകാൻ കാരണം. അതൊരു ഇന്ന സമയം പിടിക്കുകയും ചെയ്തു. എനിക്ക് ഫിനാൻസിലേക്കൊന്ന് പോകണം. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നോക്കിക്കോണം. ലേശം തിരക്ക് വന്നേക്കും. ഉച്ച കഴിഞ്ഞ് 2-3 പാർട്ടികൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്.
ഉച്ചയ്ക്ക് മുമ്പ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞ വിവരം ഇവിടെ ആരും അറിഞ്ഞതുമല്ല. അത്രയും പറഞ്ഞ ഉടനെ തന്നെ ചെറിയാച്ചൻ അവരുടെ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് പോകാൻ ഇറങ്ങി. കരുതിയതിലും അരമണിക്കൂർ വൈകി. ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞവൻ വന്നു പോയോ ആവൂ. പോകാനിറങ്ങിക്കഴിഞ്ഞാണ് സോജൻ പറഞ്ഞ പിള്ളേരുടെ സമരക്കാര്യം അയാൾ ഓർത്തത്. പുറത്തേക്കിറങ്ങിയ പോലെ തന്നെ തിരിച്ചകത്തേക്ക് കയറിയ ചെറിയാച്ചൻ സോജനോട് ചോദിച്ചു, ഇന്ന് സമരമാണെങ്കിൽ റിൻസി മോൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ലല്ലോ. അവളെയെങ്ങാനും കണ്ടായിരുന്നോ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നോ മറ്റോ? നിങ്ങളുടെ കൂടെ എങ്ങാനും വന്നെങ്കിലും അവൾ ഇങ്ങോട്ടെങ്ങും കയറില്ല. അവിടെ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്. റിൻസി ഞാൻ വന്ന ബസ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇറങ്ങുന്നത് കണ്ടതുപോലെ തോന്നുന്നു. സമയം അല്പം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കാതെ അപ്പോഴേ പോന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പുല്ലാങ്കുളത്തിനിപ്പോൾ ബസ് ഇല്ലല്ലോ. അതുകൊണ്ട് പോയി കാണില്ല. ഇപ്പോൾ അവിടെ വരെ ചെന്നാൽ കൂട്ടിക്കൊണ്ട് ഫിനാൻസിലേക്ക് പോകാം. മക്കളുടെ സ്ഥാപനമാണെങ്കിലും രണ്ടെണ്ണവും തിരിഞ്ഞ് അങ്ങോട്ട് കയറില്ല. പിന്നെയും ഒരു ദിവസം നിർബന്ധിച്ചു കൊണ്ടുവന്നപ്പോൾ ജ്വല്ലറിയിൽ വന്ന് കുറച്ച് സമയമിരുന്നു. അതും അവൾക്കത്രയൊന്നും ഇഷ്ടമല്ല. റിജു പിന്നെയും വന്നിരിക്കാൻ കുറച്ചൊക്കെ താല്പര്യം കാണിക്കും. എന്നാലും റിൻസി ഒരു തരത്തിലും അടുക്കില്ല. തൻ്റെ കാലം കഴിഞ്ഞ് ഇതുങ്ങളിത് നടത്തിക്കൊണ്ട് പോകുമോ ആവോ. എന്തോ കണ്ടറിയാം. ഇപ്പോഴത്തെ മട്ടും ഭാവവും വെച്ച് ഒന്നിനും സാധ്യതയില്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. ബസ് സ്റ്റാൻഡിൽ ഒരു മൂലയിലായി ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു റിൻസി. ഇടയ്ക്കെപ്പോഴോ ഒന്ന് നോക്കിയപ്പോഴാണ് ചാച്ചൻ നടന്നു വരുന്നത് കണ്ടത്. അപ്പോഴേ അവൾ അങ്ങോട്ട് നടന്നു ചെന്നു. ഇന്ന് സമരമായിരുന്നു, അതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു ചാച്ച. അത് കഴിഞ്ഞ് ബസ് താമസിച്ചതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഈ നേരമായി എന്നേ ഉള്ളൂ. എത്രയും വേഗം വീട്ടിലെത്താമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കടയിലേക്ക് കയറാതിരുന്നത്. ചാച്ചൻ ഫിനാൻസിലേക്ക് പോയോ എന്നും കരുതി. നീ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് സോജൻ പറഞ്ഞു. അതുകൊണ്ട് ഉണ്ടെങ്കിൽ നോക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ സ്റ്റാൻഡിലേക്ക് വന്നത്. ഇന്നേതായാലും ഞാൻ പോകുന്ന കൂടെ വരാൻ നിന്നാൽ കുറേ സമയമാകും. അങ്ങോട്ടേക്കുള്ള ബസ് വരണമെങ്കിൽ 1 മണിക്കൂറോളം കഴിയണം. അത്രയും സമയം നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ പോരെ. ബസ്സിന് സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ. ഇത്രയും പറഞ്ഞ് അയാൾ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് നടന്നു. റിൻസിക്ക് തീരെ താല്പര്യമില്ലാത്ത സ്ഥാപനമാണെങ്കിൽ പോലും ചാച്ചൻ പോയ സ്ഥിതിക്ക് പിന്നെ ഇനി എന്തു ചെയ്യും? ആ കൂടെ പോകുക തന്നെയാണ് ഉത്തമമെന്ന് കരുതിയതുകൊണ്ട് അവളും അയാളെ അനുഗമിച്ചു. ഫിനാൻസിൻ്റെ ഉദ്ഘാടനത്തിന് ഇതിന് മുൻപൊരിക്കൽ പോയതാണ്. അതിനുശേഷം അങ്ങോട്ട് കയറിയിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ചെന്ന് കയറിയപ്പോൾ അകത്തുണ്ടായിരുന്ന സ്റ്റാഫെല്ലാം എഴുന്നേറ്റ് നിന്ന് അവരെ ആദരിച്ചു. അവിടെയുള്ള സ്റ്റാഫിനെയെല്ലാം ഒരുമിച്ച് കാണുന്നത് റിൻസി ആദ്യമായിട്ടാണ്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് അത്രയൊന്നും സ്റ്റാഫ് എത്തിയിരുന്നില്ല. അന്നുണ്ടായിരുന്ന ഒരാളെ മാത്രം പരിചയപ്പെട്ടിട്ടുണ്ട്. അയാളിപ്പോൾ അകത്തെ ചില്ലുമുറിക്കകത്താണ്. ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളെ റിൻസി പ്രത്യേകം ശ്രദ്ധിച്ചു. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന ഒരു സുന്ദരൻ. കാണാൻ കൊള്ളാമെങ്കിലും സോജൻ ചേട്ടനോളം പറ്റില്ല. അവർ രണ്ടുപേരും അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ഓർമ്മിക്കണേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ എന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.